ഈ ഭൂമിയിലെ ചെറിയ കാര്യങ്ങൾ പിതാക്കന്മാർ അവിടെ എഴുതി വെച്ചു, ഇവിടെ എഴുതി വെച്ചു എന്ന് അതൊക്കെ കറക്റ്റാണ്. പിതാക്കന്മാർ പഠിച്ചെഴുതിയതാണ്, ദർശനത്തിൽ എഴുതിയതാണ്. പക്ഷെ അതിന്റെയൊക്കെ അപ്പുറത്ത് ഈ കൂടെയുള്ളവനെ കരുതുന്നതാണ് സുവിശേഷം. കൂടെയുള്ളവനോട് പോട്ട്, ഞാനുണ്ട്, സാരമില്ലെന്ന് പറയുന്നതാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ സുവിശേഷം. അത് തന്നെ ഈ ഹാശാഴ്ച മുഴുവൻ അല്ലെ, ഓശാന തിങ്കളാഴ്ചയിലെ ഏവെങ്കിലും ഇങ്ങനെയാണ്: നിങ്ങൾ ദീർഘമേറിയ പ്രാർത്ഥനകൾ നടത്തി കാരുണ്യം നിങ്ങൾ ചോർത്തിക്കളയുകയാണ്. നമ്മുടെ ചിന്ത ഇങ്ങനെ ദീർഘമേറിയ കുറെ പ്രാർത്ഥനകൾ എഴുതി വെച്ച എല്ലാം കൂടെ ചൊല്ലിയാൽ സ്വർഗത്തിൽ പോകുന്നതാണ്. ചുമ്മാതാണ്. നിങ്ങൾ പ്രാർത്ഥന ചൊല്ലുമ്പം നിനക്ക് ഉള്ളിലൊരു അലിവുണ്ടാകുന്നുണ്ടോ? നിന്റെ ഹൃദയത്തിന് തീ പിടിക്കുന്നുണ്ടോ? നിന്റെ ചുറ്റുപാടുകളിലെ വേദനകളോട് പ്രതികരിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? നിനക്ക് ആത്മീകമായി ഈ ലോകത്തിന്റെ ചൂഷണത്തോട്, ലോകത്തിന്റെ തിന്മകളോട് പ്രതികരിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? സത്യമായും കരുണയും മനുഷ്യസ്നേഹവുമാണ് തമ്പുരാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞു വെച്ചത്, ബലിയിലല്ല, ഞാൻ കാരുണ്യത്തിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ പെരുന്നാൾ കുറെ കൂടി എത്ര റാസയ്ക്ക് നടക്കുന്നു, ചെമ്പെടുത്തെന്നോ റാസയ്ക്ക് നടന്നെന്നോ കൊടി പിടിച്ചെന്നോ മുത്തുകൊട പിടിച്ചെന്നോ വെച്ചൂട്ട് കഴിച്ചെന്നോ 3 ദിവസത്തെ പ്രസംഗമൊന്നും അല്ല പ്രധാനം. മറിച്ച് ഈ ശുശ്രൂഷ കഴിയുമ്പം കുറെ കൂടി മനുഷ്യ സ്നേഹവും കരുണയൊക്കെ നമ്മളിൽ നിന്ന് അനേകർ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു.